11:30 ട്രെയിൻ. ഞാൻ നേരെ സ്റ്റേഷനിൽ എത്തിക്കോളാം. എന്തിനാണ് മുത്തേ ടെൻഷൻ? ദേ ടിക്കറ്റ്. നമ്മ രക്ഷപ്പെടാൻ പോണേല്ലേ? കാട്ടിരുന്നു ഞാൻ. അയ്യോ എന്തിനാ പിച്ചാത്തി? പോകുന്നതിന് മുമ്പ് നിന്റെ രണ്ടാനച്ച പോക്കിന്റെ പള്ളിയിൽ ഓട്ടേട്ടല്ല. പോ സക്കീറ. ഹലോ സഖാവ് ഇപ്പൊ ക്യൂബയിലോ അതോ കൊച്ചിയിലോ? ഞാനിവിടെ കൊച്ചി തന്നെ ഉണ്ട് വക്കീലേ, പാർട്ടി ഓഫീസിൽ. ഇത്ര രാവിലെയോ? ആ മെർമെയ്ഡ് ഹോട്ടലിനടുത്തുള്ള മഹാത്മാ കോളനിക്കാർ നടത്തുന്ന നിരാഹാര സമരം കളക്ടറേറ്റിന് മുന്നിലേക്ക് മാറ്റാൻ പരിപാടിയുണ്ട്. അതിന്റെ പ്ലാനിങ്ങിൽ ഇരിക്കുക. വക്കീൽ എന്താ വിളിച്ചത്? സഖാവ് ബിസിയാണോ? ഒരു മിനിറ്റ് വക്കീലേ. ആ കബീറെ, 20 സെക്കൻഡിന് നമുക്കൊരു കമ്മിറ്റി വിളിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്ന് തീരുമാനിക്കാം. ശരി സഖാവേ. വക്കീലേ, പത്രത്തിലെ ന്യൂസ് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം പ്രോസിക്യൂട്ടറാണ്. ശ്രദ്ധാകേന്ദ്രം ഞാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാലത്ത് തന്നെ എൻ്റെ വീടിന് മുമ്പിൽ കാവൽക്കാരെത്തിയിട്ടുണ്ട്. ഇതുപോലെ റിപ്പോർട്ടർ ലേഖയുടെ പിന്നിലും ആളുകളുണ്ടാവും. അതുകൊണ്ട് ഞാൻ കളം മാറ്റി കളിക്കാൻ പോവുക. ഈ ദിവസം എന്തു സംഭവിക്കാം, എന്ത് വില കൊടുത്തു ആ സാക്ഷിയെ കോടതിയിൽ എത്തിച്ചേ പറ്റൂ. അതിന് സഖാവിൻ്റെ സഹായം ഇന്നും എനിക്ക് വേണ്ടി വരും. ഞാൻ വിളിക്കും. ഷുവർ. അതെ, ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും. നീ ഒരു ഓട്ടോയിൽ മോളെ സ്കൂളിൽ വിട്ടിട്ട് ഓഫീസിലേക്ക് വയ്ക്കോ. ഞങ്ങൾ നേരത്തെ റെഡിയാവാം. എന്നെ വല്ലാർപാടം പള്ളിയിൽ വിട്ടിട്ട് കോടതി പോയാ മതി. എന്താ ആലോചിക്കുന്നേ? പലതും ആലോചിക്കേണ്ടി വരും. എങ്കിൽ ആലോചിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. ഞാൻ മോളെ റെഡിയാക്കട്ടെ. ഒരു കാര്യം എന്നോട് പറയരുത്. ഞങ്ങൾ കണ്ടു, വക്കീൽ വീട്ടിലുണ്ട്. ശരി, ബാപ്പുട്ടി വണ്ടി എടുക്ക്. God's